ഹലോ, സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമായിട്ടിരിക്കണോ വിചാരിക്കണോ? അപ്പം ഞാനും സുഖമായിട്ടിരിക്കണു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസമായിട്ടോ വീഡിയോ എടുത്തിട്ട് അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി. അമ്മയൊക്കെ കാശി പോവാണ് കേട്ടോ. എൻ്റെ അമ്മയും അച്ഛനും കൂടെ കാശി പോവാണ്. അപ്പോൾ അത് അന്നത്തെ ദിവസം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ തലോ ദിവസമാണ് ചെന്നിട്ടുള്ളത്. 27-ാം തീയതിയാണ് കേട്ടോ ഞാൻ ചെന്നിട്ടുള്ളത്. 28-ാം തീയതിയാണ് അമ്മയൊക്കെ പോണത്. അപ്പോൾ സൺഡേ പോയി, മൺഡേ ആണ് കേട്ടോ അവർ പോണത്. അപ്പോൾ അതാ അവർക്ക് പോകാനായിട്ട് ഡ്രസ്സ് പാക്കിങ്ങും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫുഡ് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ, ഉച്ചക്കത്തേനും അന്ന് രാത്രി കഴിക്കാനും പിന്നെ ഉണ്ടെങ്കിൽ പിറ്റേന്നും കഴിക്കാറുണ്ട്. ചപ്പാത്തിയൊക്കെ കുറച്ച് തോനെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചപ്പാത്തിയും തന്നെ പൊതിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ അമ്മയും അച്ഛനും ഉണ്ട്, പിന്നെ 3 അമ്മായികളുണ്ട്, പിന്നെ ചെറിയ അമ്മായിൻ്റെ ഹസ്ബൻഡും ഉണ്ട് കേട്ടോ, പപ്പയുണ്ട്. അങ്ങനെയാണ് പോണത്. അപ്പോൾ ഇവിടുന്ന് വണ്ടി വരും. ഇവിടുന്ന് വണ്ടിയിൽ നിന്ന് പിന്നെ കോഴിക്കോട്ടേക്കാണ് കേട്ടോ. കോഴിക്കോട്ട് നിന്നാണ് ട്രെയിനാണ് കേട്ടോ പോണത്. 3 ദിവസത്തെ യാത്ര ഉണ്ടാവും. ഇതിങ്ങനെ ഒരു പാക്കേജ് പോലെ അങ്ങനെയാണ് കേട്ടോ. രണ്ടാമത്തെ അമ്മായിൻ്റെ അറിയണ ആരോ ആണ് കേട്ടോ കൊണ്ടുപോകണത്. കറക്റ്റ് അറിയില്ല എങ്ങനെയാണ് എന്നുള്ളത്. ഏജൻറ്റിനെയും കാര്യങ്ങളൊന്നും അമ്മായി വഴിയാണ് ഇങ്ങനെ പോകുന്നുണ്ട് അറിഞ്ഞതും. അപ്പോൾ അവർ വഴിയാണ് ഇങ്ങനെ പിന്നെ അഡ്വാൻസ് കൊടുത്തതും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അതാ ഒരു മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളത് ചെത്തിയിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കുകയാണ് കേട്ടോ. വലിയ മാങ്ങ ഉണ്ടല്ലോ, നമ്മുടെ ഉപ്പിലൊക്കെ ഇടാൻ പറ്റിയ അങ്ങനത്തെ അതാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ഭാഗം കേട് വന്നതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ട് ചെത്തിക്കളഞ്ഞിട്ട് ബാക്കിയൊക്കെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടനൊന്നും വന്നിട്ടില്ല. ഏട്ടനൊക്കെ ഒന്ന് മൺഡേ ആയതുകൊണ്ട്, വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഏട്ടൻ വന്നിട്ടില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ കഴിഞ്ഞ ദിവസം അതായത് ഞായറാഴ്ച വന്നു പറഞ്ഞല്ലോ. അപ്പോൾ ബസ്സിനാണ് കേട്ടോ പോകുന്നത്. കുറേ ദിവസത്തിന് ശേഷമാണ് ബസ്സിലൊക്കെ പോരുന്നത്. ചായ കുടിച്ച് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ, അപ്പോഴാണ് കഴിക്കുന്നത്. അവർ പോണത് ഒരു 11 മണിയാകുമ്പോഴാണ് കേട്ടോ. അപ്പം നമ്മൾ വീടിൻ്റെ കുറച്ച് മുകളിലായിട്ട് തന്നെ വണ്ടി വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വണ്ടിയൊക്കെ ആ ഏജൻറ്റ് തന്നെ ഏൽപ്പിച്ചു കൊടുത്തതാണ് കേട്ടോ. ഒന്നും നമ്മൾ അറിയണ്ട. പിന്നെ ട്രെയിനത്തെ ഫുഡ് മാത്രം നമ്മൾ അറിയണം എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഫുഡൊക്കെ കൈ പിടിച്ചിട്ടുള്ളത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് അവിടെ എത്തിയിട്ടുള്ളതൊന്നും നമ്മൾ അറിയണ്ട. അതൊക്കെ അവർ ഏൽപ്പിക്കുന്ന പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാ 2 ബാഗാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. വലിയ 2 ബാഗാണ്. പിന്നെ താങ്ങി പിടിച്ച് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അച്ചയ്ക്ക് അങ്ങനെ ഏറ്റി നടക്കാനൊന്നും കഴിയില്ല കേട്ടോ. അപ്പോൾ 2 ബാഗാണ് എടുത്തിട്ടുള്ളത്. മാക്സിമം സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് ഷോർട്ട് ചെയ്തിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ 12 ദിവസം കഴിഞ്ഞിട്ടേ എത്തുള്ളൂ. അപ്പോൾ അതിന് കണ്ടിട്ടുള്ള ഡ്രസ്സൊക്കെ വേണം. പിന്നെ അതേപോലെ തന്നെ 2 ബെഡ്ഷീറ്റ്, തോർത്തുമുണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണമല്ലോ. പിന്നെ എന്താ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കൈ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ അത് അവിടെ അങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ ബാഗും സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി പിന്നെ റെഡിയായി പോയാൽ മതി കേട്ടോ. അപ്പോൾ അത് അമ്മയൊക്കെ ഒരുങ്ങൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അമ്മയൊക്കെ ചുരിദാർ ഇട്ടിട്ടാണ് പോണത്. ആദ്യമായിട്ടാണ് കേട്ടോ അതിൽ കുറേ ആൾക്കാർ ചുരിദാർ ഇട്ട് പോകുന്നുണ്ട്. അമ്മ പിന്നെ ചുരിദാറൊക്കെ ഇടാറുണ്ട് മൂകാംബിക പോകുമ്പോഴും അങ്ങനെയൊക്കെ പോകുമ്പോൾ ദൂരയാത്രയ്ക്കൊക്കെ അമ്മ ചുരിദാർ തന്നെയാണ് കേട്ടോ ഇടാറ്. അപ്പോൾ എൻ്റെ ചുരിദാറും വർഷേൻ്റെ ചുരിദാറൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പുതിയതായിട്ടൊന്നും അങ്ങനെ വാങ്ങിയിട്ടൊന്നുമില്ല. കാരണം പിന്നീട് യൂസ് ചെയ്യൂലല്ലോ. എപ്പോഴെങ്കിലും ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ മാത്രമല്ലേ യൂസ് ചെയ്യുള്ളൂ വിചാരിച്ചുകൊണ്ട് പുതിയ ചുരിദാറൊന്നും മേടിച്ചിട്ടില്ല. എൻ്റെതും വർഷേൻ്റെതും അങ്ങനെ എടുക്കുകയാണ് കേട്ടോ. രണ്ടാളതും നല്ല ഫിറ്റാണ്. പിന്നെ അമ്മയ്ക്ക് അമ്മേൻ്റെ ഫ്രണ്ട്സും കൊടുത്ത 2 ചുരിദാറുണ്ട്, അതും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മേൻ്റെ ക്ലാസ്മേറ്റ്സ് അവർ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ അവരും ഒരു ചുരിദാറും സാരിയും എന്തൊക്കെയോ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ അതാ വണ്ടി വന്നു പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് മേലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയ അമ്മായിയൊക്കെ അവിടെ നിന്ന് കുട്ടിപ്പാറയ്ക്കാൻ തന്നെ കയറുകയാണ്. പിന്നെ ഇതാ വലിയ അമ്മായിനെ കൊണ്ടുവന്നാക്കാൻ അവർ മക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. മക്കളും മരുകളുമാണത്. അപ്പോൾ അവർ വന്നിട്ടുണ്ട്. അമ്മായിയുടെ മുകളിലുണ്ട്, ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല കേട്ടോ. പിന്നെ രണ്ടാമത്തെ അമ്മായിയും തന്നെ വണ്ടിയിലുണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടുന്ന് കയറുകയാണ്. നമ്മുടെ അടുത്ത് തന്നെയാണ് കേട്ടോ രണ്ടാമത്തെ അമ്മായിൻ്റെ വീട്. അപ്പോൾ അവരും തന്നെ അവിടുന്ന് കയറുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഒരു പ്രാവശ്യം അവർ പോകണമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ അത് കൊറോണയൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ പോകാൻ പറ്റിയില്ല കേട്ടോ. അന്ന് പിന്നെ നമ്മൾ ക്യാഷൊന്നും എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സ്പോൺസർ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അങ്ങനെ കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ. ഇപ്രാവശ്യം പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ക്യാഷൊക്കെ എടുത്തിട്ട് തന്നെയാണ് കേട്ടോ പോണത്.
അന്ന് പിന്നെ കൊറോണ വന്നതുകൊണ്ട് അത് പറ്റിയില്ല. അപ്പോൾ അന്ന് തൊട്ട് അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ പോകണമെന്ന്. അപ്പോൾ എന്തായാലും ഇപ്പം എന്തായാലും അവസരം കിട്ടിയപ്പോൾ അങ്ങനെ പോവാണ് കേട്ടോ. ഇത് പിന്നെ വലിയ അമ്മായി വന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ആ വണ്ടിയിലാണ് പോണത്. പിന്നെ ഇവിടുന്ന് കോഴിക്കോട് വരെ കേട്ടോ. അവിടുന്ന് പിന്നെ അങ്ങനെ ട്രെയിനിൽ കയറുകയാണ് ചെയ്യണത്. അപ്പോൾ കുറച്ച് ആൾക്കാരും കൂടെ വരാനുണ്ട് കേട്ടോ. ഇവിടുന്ന് കുറച്ച് ആൾക്കാരും പിന്നെ അക്കരക്കുന്ന് നമ്മളെ വീടിൻ്റെ കുറച്ചപ്പുറത്ത് പാടത്തിൻ്റെ അക്കരെ ഭാഗത്തു നിന്നുള്ള കുറച്ച് ആൾക്കാരും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ സരസമായി ഇങ്ങനെ എണീറ്റ് നിന്ന് കാണിച്ചു തരുമായിരുന്നു ചുരിദാറൊക്കെ ഇട്ടിട്ട് കേട്ടോ. ഇവരൊന്നും ചുരിദാർ ഇട്ടിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഒന്നിങ്ങനെ കാണിച്ചു തരുമായിരുന്നു കേട്ടോ. കുറേ ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ ചുരിദാറൊക്കെ ആദ്യമായിട്ടാണ് ഇടുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ പെട്ടതാണ് കേട്ടോ അവരൊക്കെ. പിന്നെ അതായത് സരസമായിൻ്റെ മാമയാണ്. പിന്നെ മാമനും തന്നെ പോകണം വിചാരിച്ചിരുന്നു. പക്ഷേ മാമയ്ക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. മാമന്ന് വണ്ടിയിൽ വന്ന് വീണിട്ട് കാല് മുറിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മുറിയും വെച്ച് പോകാൻ പറ്റില്ല വിചാരിച്ചിട്ട് അങ്ങനെ പോയിട്ടില്ല കേട്ടോ. ഇതിൽ രണ്ടാമത്തെ അമ്മായി പിന്നെ പോയിട്ടുണ്ട് കേട്ടോ. കാശിയിലൊരു തവണ പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ബാക്കിയുള്ളവരൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞല്ലോ അക്കരക്കുന്നുമെന്നുള്ള ആൾക്കാരും കൂടെ ഉണ്ട് എന്ന്. അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ട്. അവരെ യാത്രയാക്കാൻ മക്കളും മരുക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ. ഇതാക്കണ്ടോ, ഇവരൊക്കെ ആദ്യമായിട്ട് തന്നെ ചുരിദാറിനെന്നൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ. അതൊരു സന്തോഷം, അങ്ങനെ കാണാൻ പറ്റിയല്ലോ. ഈ ഏട്ടൻ പിന്നെ നമ്മുടെ എൻ്റെ വലിയ ഏട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. ഡീറസ്റ്റ് ഫ്രണ്ടാണ് സജീഷ് ഏട്ടൻ്റെ അമ്മയും പോകുന്നുണ്ട്. ഇത് വൈഫാണ് കേട്ടോ, കീർത്തി ചേച്ചി. അപ്പോൾ അമ്മയും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നുള്ള ഈ ട്രാവലറിൽ കൊള്ളണ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം പരിചയമുണ്ട് കേട്ടോ എല്ലാവർക്കും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊരു 10-40 ആളെ ട്രിപ്പാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അത് ഓരോ ഏജൻസി ആകുമ്പോൾ എത്ര ആൾക്കാരെ കൊണ്ടുപോകുക എന്നുള്ള അങ്ങനത്തെ ഒരു കണക്കാവുമല്ലോ. അപ്പോൾ അതിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഓരോ പാക്കേജ് ആകുമ്പോഴേ. അപ്പോൾ അതാ അവർ പോയിട്ടുണ്ട്. ഒരു 11:30 ആയപ്പോൾ പോയിട്ടുണ്ട്. പിന്നെ 4 മണിയൊക്കെ ആയിട്ടാണ് കോഴിക്കോട് നിന്ന് ട്രെയിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കുറച്ച് ഉണ്ട് കോഴിക്കോട്ടേക്ക് എത്താൻ. അപ്പോൾ പിന്നെ പറഞ്ഞാൽ കുറേ എല്ലാവരെയും പിക്ക് ചെയ്ത് ഇങ്ങനെ പോകും വേണ്ടേ. പിന്നെ അതാ ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിയൊക്കെ ആവാൻ നേരത്ത് 2:30 ആയിട്ടുണ്ട് കേട്ടോ. 2:30 ആവാൻ നേരത്ത് ഫുഡ് കഴിച്ചൊക്കെ ഞങ്ങളും പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളും പോവുകയാണ്. ഇപ്പം ഇതിലിടയ്ക്ക് എന്നും ഇവിടെ തന്നെയായിരുന്നു ഏട്ടൻ്റെ കുടിരിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ ഞങ്ങളും പോവുകയാണ്. അപ്പോൾ അത് ഏട്ടൻ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അമ്മമ്മ അവിടെ നിന്ന് കയറുന്നുണ്ട്. അമ്മമ്മയും തന്നെ പോവുകയാണ് കേട്ടോ. അമ്മമ്മ പിന്നെ ഏട്ടൻ്റെ ഹൗസ് വാമിങ്ങിനല്ല പാലുകാച്ചലിന് വന്നതാണ്. കുറേ ദിവസമായി വന്നിട്ടേക്ക് അങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അമ്മമ്മയും പോവാണ്. അപ്പം ഇനി 2 കൂട്ടരും തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. ചെറിയ ഏട്ടനും ഭാര്യയും പിന്നെ അതേപോലെ തന്നെ വലിയ ഏട്ടനും ഭാര്യയും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം എന്നാൽ എല്ലാവരും സെറ്റായിട്ടുണ്ട്. പിന്നെ അതാ ഞങ്ങൾ ഇറങ്ങാൻ നേരത്താണ് വർഷേൻ്റെ അവിടേക്ക് അന്നല്ല തലേ ദിവസം പിന്നെ അവളെ വീടിൻ്റെ അടുത്തുനിന്ന് അമ്മുച്ചേച്ചി പറഞ്ഞ ചേച്ചി വീടൊക്കെ കാണാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ. അവർക്ക് കയറി താമസത്തിന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരൊരു റൈസ് കുക്കർ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അമ്മമ്മയ്ക്ക് അത് കാണണം എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അമ്മമ്മ പിന്നെ അങ്ങോട്ട് മേലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. അമ്മമ്മയ്ക്ക് കയറ്റവും ഇറക്കം ആയതുകൊണ്ട് കുറേ തവണ കയറി ഇറങ്ങാൻ വയ്യ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അത് കാണിച്ചു കൊടുത്തതായിരുന്നു കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ വണ്ടൂർ വരെയാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ബസ്സിനാണ് പോണത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറേ നാളുകൾക്ക് ശേഷം ബസ്സിൽ പോവാണ് കേട്ടോ. ഇപ്പം അടുത്തൊന്നും ഇങ്ങനെ അതേപോലെ ബസ്സിൽ പോന്നിട്ടില്ല കേട്ടോ. ഒന്നാമത്തെ കാരണം കണ്ണനും ശ്രീലും അടങ്ങി നിൽക്കില്ല. അതാണ് എനിക്ക് ബസ്സിൽ പോരാനുള്ള ഒറ്റ മടി. അല്ലെങ്കിൽ ബസ്സിൽ പോണതൊന്നും കുഴപ്പമില്ല കേട്ടോ. അവർ രണ്ടാളും അടങ്ങിക്കൂല. അപ്പം നേട്ടന് പണിയുണ്ട്. പിന്നെ എൻ്റെ ബ്രദറിന് അവിടെ എവിടെയോ അളവെടുക്കാൻ പോകാനുണ്ട്. എന്നോട് നാളെ ആകുമ്പോൾ ഞാൻ കൊണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞതായിരുന്നു. പക്ഷെ എന്തായാലും ഞാൻ പോകുന്നു കേട്ടോ. പിന്നെ ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. വീട്ടിലെത്തി ചോറുകളൊക്കെ വെച്ച് അങ്ങനെ കാശിയിൽ നിന്ന് അയച്ചെന്നൊരു വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ഫോണിൽ കുറച്ച് ക്ലിയർ കുറവാണ്. എന്തായാലും അവിടുത്തെ കുറച്ച് ഇതാണ്. ഇതെന്താ സംഭവം എന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. അവിടെ എന്തൊക്കെയോ ആണ് തോന്നുന്നത്. പിന്നെ അവിടെ എത്തിയിട്ട് അമ്മ കുറേ ടൈം വീഡിയോ കോളൊക്കെ ചെയ്തിരുന്നു കേട്ടോ. അവർക്ക് ഞങ്ങളില്ലാതെ പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് കാരണം ഇങ്ങനെ പറയുമായിരുന്നു. എന്തായാലും അവർക്ക് അതൊക്കെ കാണാനും ആസ്വദിക്കാനും പറ്റിയ സന്തോഷം. അപ്പോൾ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ വിശേഷങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻ്റായിട്ടൊന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും വരാം. താങ്ക് യു.